4 ദിവസമായി ഇവിടെ നടന്നിരുന്ന കേരള ഡിസബിലിറ്റി ഫെസ്റ്റിന്റെ സമാപന ദിവസമായ ഇന്ന് ഡെഫായിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞ ചില ആശങ്കകൾ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ബാരിയർ ഫ്രീ എൻവയോൺമെന്റ് വേണം നമ്മൾ സംസാരിക്കുന്നതും കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. ബാരിയർ ഫ്രീ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ വീൽ ചെയർ ആക്സസ് ഉള്ള എൻവയോൺമെന്റ് മാത്രമായി പോവുകയാണ്. അത് ശരിക്കും ഫീൽ ചെയ്തു എന്നാണ് നമ്മളോട് ഈ ഒരു ബധിര സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ബാരിയർ കമ്മ്യൂണിക്കേഷൻ ബാരിയർ. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ വന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ വേണ്ടത്ര പ്രാതിനിധ്യം ഇവിടെ ഇല്ലാതെ പോയി എന്നുള്ള ഒരു വളരെ നിരാശയോട് കൂടിയാണ് ആ ഒരു പ്രയാസം ഞങ്ങളോട് പങ്കെടുക്കാൻ കാരണം ഞങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് ആംഗ്യ ഭാഷയിൽ പരിഭാഷകരായിട്ട് ഇന്റർപ്രിറ്റേഴ്സ് ആയിട്ട് ഇവർ നിന്നതുകൊണ്ടാണ് ഞങ്ങളോട് ഈ ഒരു ആശങ്ക ഇവർ പങ്കുവെക്കുകയുണ്ടായത്. ഈ ഒരു പ്രയാസം മറികടക്കാൻ ഇനി അടുത്ത ആലോചനാ യോഗങ്ങളിൽ അടുത്ത വർഷങ്ങൾ നടക്കുന്ന ഇപ്പൊ ഇദ്രീസ് സാർ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയുള്ള വർഷങ്ങളിലും ഇതേപോലെ അടുത്ത ജനുവരിയിലേക്ക് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തു. അതിന്റെ മുന്നോടിയായിട്ടുള്ള ആലോചനാ യോഗങ്ങളിൽ തന്നെ ഇവരുടെ പ്രതിനിധികളെ ബധിരരായുള്ള ഒരുപാട് അസോസിയേഷനുകൾ കോഴിക്കോട്ടുണ്ട്. ആവശ്യത്തിന് ഇന്റർപ്രിറ്റേഴ്സും കോഴിക്കോട്ട് അവൈലബിൾ ആണ്. അപ്പൊ അവർക്ക് മുഖ്യ സ്റ്റേജുകളിൽ പ്രസംഗകരായിട്ട് അവസരം കിട്ടണമെന്നാണ് ഒരു ഡിമാൻഡാണ് അവർ വെച്ചിരിക്കുന്നത്. ആ പ്രസംഗകരായിട്ട് അവർക്ക് അവസരം കിട്ടണമെങ്കിൽ ആ ആലോചനാ യോഗങ്ങളിൽ ആദ്യം മുതൽ തന്നെയുള്ള യോഗങ്ങളിൽ ഇവർക്ക് ഇവരുമായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്റേഴ്സിനെയും ആ ഒരു യോഗങ്ങൾ മുതൽ ഇനി അടുത്ത രണ്ടാമത്തെ KDF വരുമ്പോൾ എല്ലാ മീറ്റിങ്ങുകളും തുടക്കം മുതൽ തന്നെ ഒരു സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്ററും അതേപോലെ തന്നെ ഡെഫായിട്ടുള്ള അസോസിയേഷനുകളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയാൽ ഈ ഒരു പ്രയാസങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് അവര് ഞങ്ങളോട് പറഞ്ഞ ആ ഒരു പ്രയാസങ്ങള് അതുപോലെ പിന്നെ അടുത്തതിനുള്ള ഒരു പ്രത്യാശ ഞങ്ങൾ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത പിന്നെ വേറൊരു കാര്യം പറഞ്ഞത് KDF പോലെ തന്നെ KLF കൂടി ഞങ്ങൾക്ക് പ്രാതിനിധ്യം വേണമെന്നൊരു ആവശ്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. KLF കൂടി കാരണം KDF തുടക്കമായി കഴിഞ്ഞാണ് ഇതൊരു മോഡലാക്കിക്കൊണ്ട് KLF കൂടി മാറ്റങ്ങൾ വരട്ടെ, KLF കൂടി ഞങ്ങൾക്ക് പ്രാതിനിധ്യം വരട്ടെ, KLF കൂടി ഇന്റർപ്രിറ്റേഴ്സ് വരട്ടെ, KLF കൂടി ആ ഒരു രീതി കോഴിക്കോട് നിന്നുള്ള ആ ഒരു കാര്യങ്ങള് കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവനും മാറ്റങ്ങൾ വരാൻ ഉൾക്കൊള്ളാൻ വേണ്ടി പര്യാപ്തമാകട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നാണ് ഈ ബധിര സുഹൃത്തുക്കൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. എൻ്റെ നെയിം അബ്ദുൽ അലി എന്നാണ്. ഞാൻ താമരശ്ശേരി നിന്നാണ് വരുന്നത്. KDFന്റെ ഈ പരിപാടി പ്ലാൻ ചെയ്ത് കുറെ ആൾക്കാരും കൂടി പ്ലാൻ ചെയ്ത് കുറെ ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് വേണ്ടി ഇത് പ്ലാൻ ചെയ്ത് നടത്തിയതിന് നല്ലതാണ് എന്ന് പറഞ്ഞു. പിന്നെ ഓരോ എക്സ്പീരിയൻസ് ആണെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു ഇന്റർപ്രറ്റർ ഇല്ലാത്തൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. വെച്ചാല് ഡെഫായിട്ടുള്ള ആൾക്കാർ പോകുമ്പോൾ കുറച്ച് പ്രശ്നം വരുന്നുണ്ട്. ഒരു ഇന്റർപ്രറ്റർ ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. എന്റെ നെയിം ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ പേരാമ്പ്രയിൽ നിന്നാണ് വരുന്നത്. KDFന്റെ ഈ പരിപാടി ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടത്തിയ ഈ പരിപാടി കണ്ടു. പിന്നെ വെച്ചാല് ഇവിടെ ഒരു ഡെഫായിട്ടുള്ള ഒരാൾക്ക് ഇവിടെ ഒരു പ്രയോറിറ്റി കുറഞ്ഞൊരു പ്രശ്നമുണ്ട്. വെച്ചാൽ അടുത്ത പ്രാവശ്യം പ്രയോറിറ്റി വേണമെന്നാണ് പറയുന്നത്. എന്റെ പേര് യൂസഫ്, സ്ഥലം ഇളയിറ്റിലാണ്. ഞാൻ 26 വർഷമായി ഡെഫിന്റെ സെന്ററിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഈ KDFന്റെ പരിപാടിയിൽ ഫസ്റ്റ് ടൈം വന്ന് വെച്ചാല് അടിപൊളിയായിരുന്നു. ഇനിയും വേണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് വെറും ഒരു ഫെസ്റ്റിവൽ അല്ല, ഇതൊരു ചരിത്ര സംഭവമാണെന്നാണ് പറയുന്നത്. ഇനി വെച്ചാൽ എല്ലാ വിഭാഗം ഭിന്നശേഷിക്കാർക്കും ഓലെ ഇതറിഞ്ഞിട്ട് സഹായിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയും ഈ പരിപാടി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. എന്റെ പേര് സുനീർ എന്നാണ്. ഞാൻ ഇവിടെ വെച്ചാല് കുറെ ആൾക്കാർക്ക് ഡെഫായിട്ടുള്ള കുറെ ആൾക്കാർക്ക് അവരുണ്ടാക്കുന്ന ഓരോ സാധനങ്ങളും വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാള് വേണമെന്ന് പറയുന്നുണ്ട്.